ഇതിലത്തെ ഒരു ഇടുങ്ങിയ വഴിയാണിത് ഈ കാണുന്നത്. ഇവിടെ വീടുകൾക്കൊന്നും പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് സ്ഥലമൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണാനുണ്ടോ, ഇവിടെ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് വികലാംഗരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക ഒരു സ്പോട്ട് ഉണ്ട് ഇവിടെ കണ്ട. അപ്പോൾ അത് പഞ്ചായത്തിൽ നിന്ന് പ്രത്യേക ലൈസൻസ് എടുക്കണം, ഇങ്ങനെ ഈ അംഗപരിമിതർക്ക് ഇടാനുള്ള ഈ കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ്. അതിൽ വേറെ ആരും പാർക്കിങ് ഇടാൻ പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ്. പിന്നെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ പാർക്ക് ചെയ്യണത് കണ്ട, റോഡ് സൈഡിലാണ്. സ്ഥലത്തിൻ്റെ പരിമിതി ഇവിടെ നല്ലോണം ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരിത്. അത് കാരണം കൊണ്ട് വണ്ടികളൊന്നും വലിയ ഫാഷനായിട്ടുള്ള വണ്ടികളൊന്നും അല്ല. നമ്മുടെ നാട്ടിലത്തെ കുഞ്ഞ വണ്ടികൾ അതൊക്കെ കണ്ടില്ല. ഇത് മൂട്ടക്കാറ് പോലെയൊക്കെ ഉണ്ട് കാണുമ്പോൾ കണ്ട, ഒരു മൂട്ടക്കാറ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വണ്ടിയിൽ ഒരാളെ സഞ്ചരിക്കുള്ളൂ, ആ വണ്ടി ഓടിക്കുന്ന ആൾ മാത്രം. വേറെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ടാറ്റ ഇന്നോവ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 8 സീറ്റ് ഉണ്ടെങ്കിൽ 12 പേരിനെ കയറ്റുന്ന പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഏത് വണ്ടിയിൽ നോക്കിയാലും ഒരാളായിരിക്കും പോകുന്നത്. പിന്നെ വീടിൻ്റെ മുറ്റത്ത് കണ്ട അതായത് വീടിൻ്റെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വെക്കും. പ്രത്യേക ദിവസങ്ങളൊക്കെ ആയിട്ടാണ് ഈ വേസ്റ്റുകൾ എടുത്ത് കൊണ്ടുപോവുക. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയാണ് ഈ വേസ്റ്റുകൾ കൊണ്ടുപോവുക. അപ്പോൾ തിങ്കളാഴ്ച പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ രണ്ടും വെവ്വേറെയായിട്ട് പാക്ക് ചെയ്ത് വെക്കണം. ചൊവ്വാഴ്ച ഭക്ഷ്യവസ്തു മാത്രം. ബുധനാഴ്ച ആണെങ്കിൽ എല്ലാം കൊണ്ടുപോകും. പ്ലാസ്റ്റിക് ആയാലും കുപ്പികളായാലും ഭക്ഷ്യവസ്തുക്കളായാലും ഒക്കെ കൊണ്ടുപോകും. പിന്നെ വ്യാഴാഴ്ച ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ തന്നെ കാർഡ്ബോർഡ്, ചട്ടകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വ്യാഴാഴ്ച കൊണ്ടുപോകും. നമ്മളുടെ നാടിനെ അപേക്ഷിച്ച് നമുക്കൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളത്, ഇവിടെ വാഹനങ്ങൾക്ക്, കാൽനട യാത്രക്കാർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. വാഹനങ്ങൾ, ഒരു കാൽനട യാത്രക്കാരൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സീബ്ര ലൈനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആൾ സീബ്ര ലൈനിൻ്റെ മുമ്പിൽ നിന്നാൽ മതി, അപ്പോൾ തന്നെ വാഹനങ്ങൾ അവിടെ നിർത്തും. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരച്ച് കൊണ്ടുപോയിട്ട് അവൻ്റെ നെഞ്ചത് കയറ്റാൻ പറ്റുമെങ്കിൽ അത് കയറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. ഇവിടെ സീബ്ര ലൈനിൻ്റെ അവിടെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വണ്ടികൾ നിർത്തും. അല്ലെങ്കിൽ പോലും വാഹനങ്ങൾ ഇപ്പം മനുഷ്യർക്ക് നടക്കുന്നവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ അവിടെ നിർത്തി തരും. അങ്ങനൊരു കൾച്ചർ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലതില്ലല്ലോ. നമ്മുടെ നാട്ടിൽ വാഹനത്തിലിരിക്കണവൻ്റെ വിചാരം അവനാണ് ഏറ്റവും വലിയ രാജാവ്, നടക്കുന്നവരൊക്കെ എരപ്പാളികളാണെന്നാണ് അവരുടെ വിചാരം. ഇവിടെ അങ്ങനെയല്ല. കാൽനട യാത്രക്കാർക്ക് നല്ല ഒരു പ്രിഫറൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ വണ്ടികളൊന്നും അല്ല കേട്ടോ. ഇവിടെ വലിയ വണ്ടി മേടിച്ച ഇടാനൊന്നും സ്ഥലമില്ല. ഒക്കെ ഈ റോഡ് സൈഡിലുള്ള പാർക്കിങ്. അത് കാരണം കൊണ്ട് വാഹനങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ജാമ്പവാൻ്റെ കാലത്തുള്ള വാഹനങ്ങൾ. ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഇവർക്ക് ഇതിന് ഫിറ്റ്നസ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വളരെ പഴക്കമുള്ളത്, പെയിൻറ്റൊക്കെ പോയിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ ധാരാളം കാണാൻ പറ്റും. വളരെ അപൂർവമായിട്ടാണ് ഇവിടെ ഈ വലിയ വാഹനങ്ങളൊക്കെ കാണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഈ കുട്ടി വാഹനങ്ങൾ ഇവിടെയൊക്കെ. ഞാനിപ്പോൾ മലയാളി കടയിലേക്ക് പോവാണ്. അവിടെ ആകുമ്പോൾ നാട്ടിലത്തെ സാധനങ്ങൾ കിട്ടും. ഇവിടുത്തെ മാർക്കറ്റുകളിൽ നമ്മളുടെ നാട്ടിലത്തെ സാധനങ്ങൾക്ക് വളരെ കുറവിൽ കിട്ടുള്ളൂ. അപ്പോൾ ഏത് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടായാലും മലയാളി കട എന്ന് പറഞ്ഞതൊരു മസ്റ്റ് തന്നെയാണ് അവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഇറ്റലിയിലായാലും മലയാളി കടയുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ധാരാളം എന്താ പറയുക, കുഞ്ഞ ഗലികൾ, ആ ഗലികൾ കാണാൻ സാധിക്കും.
അപ്പോൾ മലയാളി കടയുടെ ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. തണുപ്പ്, നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. ഇപ്പം മാർച്ചായി, എന്നാലും നല്ല തണുപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളി കട. ഇവിടെ ഈ ബുധനാഴ്ചയാണ് ഇവിടെ അവധി എഴുതി വെച്ചിട്ടുള്ളത് ഈ മലയാളി കടയിൽ. ഞാനൊരു ചപ്പാത്തി പാക്കറ്റ് വാങ്ങണം, അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ്. അപ്പോൾ ഇത് ചപ്പാത്തി, ഗോതമ്പ് ചപ്പാത്തി. ഇതിൽ ഒരു 18 ചപ്പാത്തിയോളം ഉണ്ടാവും. ഇത് ഹാഫ് കുക്ക്ഡാണ്, അത് കാരണം കൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ ചപ്പാത്തി എന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കുക, പിന്നെ എന്തെങ്കിലും ചെറിയ ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഈ മടിയന്മാരുടെ ഈ ഭക്ഷണം ആയ ചപ്പാത്തി ഒരെണ്ണം വാങ്ങി കഴിഞ്ഞാൽ 18 ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഇത് 2-3 ദിവസത്തേക്ക് അത് ഉപയോഗിക്കാം. മാത്രമല്ല ഈ 3.5 യൂറോ, അതായത് നമ്മുടെ നാട്ടിലത്തെ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ കാശ് വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ വലിയ കാശായി. ഒരു 3.5 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 325 രൂപയായിട്ടാണ്. പക്ഷേ നാട്ടിലത്തെ കാശ് വെച്ചിട്ട് ഇവിടെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയുണ്ട്. ഇനി റൂമിൽ പോയി എന്തെങ്കിലും ചെറിയ തോതിലുള്ളൊരു കറി ഉണ്ടാക്കി ഈ ചപ്പാത്തി ചൂടാക്കി കഴിക്കണം. അപ്പോൾ വീണ്ടും കാണുന്നവർക്ക് നന്ദി, വണക്കം.